ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. തൃത്താലയിൽ ജലജീവൻ മിഷൻ പദ്ധതിക്കായി പൈപ്പ് സ്ഥാപിക്കാൻ പൊളിച്ച ഞാങ്ങാട്രി മാട്ടായ മുടവന്നൂർ റോഡ് 2 ആഴ്ചയ്ക്കുള്ളിൽ സഞ്ചാരയോഗ്യമാക്കണമെന്ന് ഹൈക്കോടതി. യൂത്ത് കോൺഗ്രസ് തൃത്താല ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് TM നഹാസ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ സുപ്രധാന ഉത്തരവ്. ജൽജീവൻ മിഷൻ പദ്ധതിക്കായി കുടിവെള്ള പൈപ്പിടാൻ റോഡിന് മധ്യഭാഗം പൊളിച്ചതോടെയാണ് യാത്രാ പ്രശ്നം തുടങ്ങിയത്. മഴ പെയ്തതോടെ ദുരിതം ഇരട്ടിയായി. ഞാങ്ങാട്രി മാട്ടായയിൽ നിന്ന് മുടവന്നൂരിലേക്കുള്ള പാതയാണ് 1 വർഷത്തിലധികമായി തകർന്നു കിടക്കുന്നത്. യാത്രാ പ്രശ്നം രൂക്ഷമാണെന്ന് ചൂണ്ടിക്കാട്ടി നൽകിയ പരാതി പരിഗണിച്ചാണ് 2 ആഴ്ചയ്ക്കകം റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത്. ഹൈക്കോടതി അഭിഭാഷകനും യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാണ് അഡ്വക്കേറ്റ് TM നഹാസ്. വാട്ടർ അതോറിറ്റി കേരള ഹൈക്കോടതിയിൽ നൽകിയ അഫിഡവിറ്റിൽ വ്യക്തമായി പറഞ്ഞത് ഈ റോഡിന്റെ പ്രവർത്തനം ഏകദേശം സെപ്റ്റംബർ മാസം അവസാനത്തോടുകൂടി ഈ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാമെന്നുള്ളതാണ് ഹൈക്കോടതിയിൽ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള അഡ്വക്കേറ്റ് വന്ന് സംസാരിച്ചത്. വാട്ടർ അതോറിറ്റിയുടെ അഫിഡവിറ്റ് ഫയൽ ചെയ്ത് സെപ്റ്റംബർ മാസം അവസാനത്തോടുകൂടി ഈ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കി ഗതാഗതയോഗ്യമാക്കുന്നതാണ് വാട്ടർ അതോറിറ്റി ഉറപ്പു നൽകിയത്. അതിന് ശേഷം ഈ കരാറെടുത്ത ആൾക്ക് എന്താണോ കോടതിയെ സമീപിക്കാൻ പറയാനുള്ളതെന്നുള്ള ഒരു വാദം കേൾക്കുന്നതിന് വേണ്ടി അവസരം കൊടുത്തു നോക്കുമ്പോൾ കരാറുകാരന്റെ അഭിഭാഷകൻ വ്യക്തമായി അഫിഡവിറ്റ് ഫയൽ ചെയ്തത് 4 ദിവസം ഈ റോഡ് മഴയില്ലാതെ കിട്ടിക്കഴിഞ്ഞ് 4 ദിവസം മതി ഈ റോഡ് 4.7 കിലോമീറ്റർ ഭാഗം വരുന്ന ഈ പ്രവർത്തനങ്ങളെല്ലാം പഴയ സ്ഥിതിയിൽ ടാറിംഗ് നടത്തി പൂർവ്വസ്ഥിതിയിലാക്കി കൊടുക്കുന്ന ഒരു രൂപത്തിലേക്ക് മാറ്റാമെന്നുള്ളതാണ് കരാറുകാരൻ കോടതിയിൽ പറഞ്ഞത്. അതിനുശേഷം ആ പറഞ്ഞതിന് ഏകദേശം 1.5 മാസം മുൻപാണ് ആ ഒരു വാദം ഉണ്ടായത്. അതിനുശേഷം അടുത്ത ഒരു കോടതിയിൽ നടന്നൊരു സിറ്റിംഗിനകത്ത് വീണ്ടും കരാറുകാരന്റെ പ്രതിനിധി അഡ്വക്കേറ്റ് വന്ന് പറഞ്ഞത് ടാറിന്റെ ലഭ്യതക്കുറവുണ്ട്. ആ ടാറിന്റെ ലഭ്യതക്കുറവിന് ശേഷം ഞങ്ങൾ ഈ റോഡ് ടാർ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതാണ് പറഞ്ഞത്. ടാറും അതുപോലെ തന്നെ PWD പാലക്കാട് എഞ്ചിനീയർക്ക് കോടതിയിൽ നിന്നും ഒരു ഓർഡർ നൽകി എത്രയും പെട്ടെന്ന് തന്നെ കരാറുകാരന് ടാർ നൽകി റോഡിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കുന്നതിനുള്ള ഒരു ഗതാഗത യോഗ്യമാക്കി റോഡിനെ മാറ്റുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ടാറിനുള്ള അനുമതി കൊടുക്കാനും പറഞ്ഞു. അതിനുശേഷവും കരാറുകാരൻ പ്രവർത്തനത്തിൽ ഏർപ്പെടാത്തതുകൊണ്ട് കോടതി വ്യക്തമായി തന്നെ മനസ്സിലാക്കി ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാവരുടെയും ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് കോടതി ഈ അവസാനം കഴിഞ്ഞ ദിവസം 23-ാം തീയതി ഈ നാട്ടുകാരുടെയും നമ്മുടെ എല്ലാവരുടെയും ഈ ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടി 2 ആഴ്ചക്കകം ഈ റോഡ് ടാർ ചെയ്തുകൊണ്ട് പൂർവ്വസ്ഥിതിയിലാക്കുന്ന ഒരു രൂപത്തിലേക്ക് കരാറുകാരനും അതേപോലെ വാട്ടർ അതോറിറ്റിക്കും PWDക്കും ശക്തമായൊരു ഓർഡർ നൽകിക്കൊണ്ടാണ് കേരള ഹൈക്കോടതി ഈ സാഹചര്യത്തെ നമുക്ക് വേണ്ടി നേരിട്ടത്. തൃത്താല ഗ്രാമപഞ്ചായത്തിലൂടെ മാത്രം കടന്നുപോകുന്ന മുടവന്നൂർ പിറപ്പ് മാട്ടായ വട്ടൊള്ളി ലിങ്ക് റോഡുകളുടെ അവസ്ഥയും പരിതാപകരമാണ്. വാട്ടർ അതോറിറ്റി, PWD, തൃത്താല പഞ്ചായത്ത് ഭരണസമിതി എന്നിവർ പദ്ധതി പൂർത്തിയാക്കാനായി കാലതാമസം എടുക്കുന്നത് ചോദ്യം ചെയ്താണ് നഹാസ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജിയിൽ അഡ്വക്കേറ്റ് PU വിനോദ് കുമാർ ദേവാങ്കണം, അഡ്വക്കേറ്റ് TM മുഹമ്മദ് മുസ്താഖ് എന്നിവരും ഹാജരായി. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.